ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ എണീറ്റു. ഇതാ പതിവ് പോലെ ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കുകയാണ്. നമ്മുടെ പട്ടാളം അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ക്യാറ്റ് ഫുഡും പാലൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്കാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. അവരവിടെ ഭയങ്കര ബഹളം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നറിയോ, വലിയ പൂച്ചകൾ ചെറിയ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ മാറി പോവാണ് കേട്ടോ. അവർ ഒന്നിച്ച് കഴിക്കണില്ല. വലിയവർക്ക് ചെറിയവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല അത്രേ. എന്നാ വേണ്ട. അപ്പോൾ ഇതാ ചെറിയ കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാല് കൊടുക്കണ്ടെന്നൊക്കെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് കേട്ടോ. ശീലമായി പോയി, നിർത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ രാവിലെ ചായയും കാപ്പിയൊക്കെ കുടിക്കണില്ലേ, അതേപോലെ അവർക്കും പാല് കുടിക്കണം. അവർക്ക് നിർബന്ധമാണ്. എന്താ ചെയ്യുക? അപ്പോൾ ഇതാ പാല് കൊടുത്തു, പിന്നെ കുറച്ച് ക്യാറ്റ് ഫുഡും കൊടുത്തു. അപ്പോൾ ഇടയ്ക്കൊക്കെ വലിയ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കി പോകുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ സംഭവം, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. എനിക്ക് വേഗം കഴിക്കാൻ വയ്ക്കണ്ടേ? ഞാൻ വേഗം കഴിക്കണം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഉഗ്ര അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ക്യാറ്റ് ഫുഡും പാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവരെ താഴത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് വന്നിട്ട് അവരൊരു വെയിൽ കൊള്ളലും അവർ പുല്ല് തിന്നലും ഒക്കെ ആയിട്ട് അവരിങ്ങനെ വീടിൻ്റെ 4 പുറമൊക്കെ നടന്ന് ഒക്കെ വാച്ച് ചെയ്യലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി വലിയ ആൾക്കാരൊന്നും കുറച്ച് പേരാട്ടോ ക്യാറ്റ് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇനി അവർക്കും കൊടുക്കണം. പാല് പിന്നെ എല്ലാവരും കുടിച്ചു. അപ്പോൾ അടുത്ത അടി അവിടെ നടന്നു. അപ്പോൾ ഇവർ പേടിച്ചിട്ട് ഓടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്താ ഒരു സംഭവം ഉണ്ടായിച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് 2 മാസം മുമ്പ് 2 പൂച്ചക്കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആൾ നമ്മുടെ വീടിൻ്റെ പിന്നിൽ തൊടിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോയിരുന്നു. കുഴപ്പമില്ല, എവിടെയും വഴിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞില്ലല്ലോ. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എത്തണ രീതിയിൽ കൊണ്ടുവന്ന് വിട്ടുമല്ലോ. അതെനിക്ക് സന്തോഷമായി കേട്ടോ. അന്നേ ഞാൻ കൊടുത്തത് മനസ്സോടെയാണ്. എന്താ വെച്ചാൽ അവർ അച്ഛനും ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടം കൊണ്ടല്ലേ വാങ്ങിക്കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചിട്ടോ. പക്ഷേ ഇതാണ് പലരും ഓരോ ആവേശത്തിൽ അങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. 2 പേര്, ഈ ബ്ലാക്കും പിന്നെ അപ്പുറത്തത് ആ വൈറ്റും. അവരിതിങ്ങനെയാണ് കയറി വന്നപ്പോൾ ബാബുവേട്ടനാണ് ഇവരെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 2 മാസം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം അവർ ചെറിയ കുട്ടികളായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇഷ്ടം കൊണ്ട് ചോദിക്കില്ലേ, നമ്മളിപ്പോൾ പൂച്ചക്കുട്ടികളെ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കണതാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് ആ ഒരു ആവേശത്തിൽ കൊണ്ടുപോകുന്നതാണ്. എനിക്ക് ഈ പൂച്ചക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ കേട്ടോ. അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഇതൊന്നും ഏറ്റെടുക്കരുത്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ശല്യമായിട്ട് തോന്നുക, വേണ്ട തോന്നുക. എന്നാലും വേണ്ടാന്ന് തോന്നിയപ്പോൾ ഇവിടെ തന്നെ കൊടന്ന് വിടാൻ തോന്നിയില്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞില്ലല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആളോട് നന്ദിയുണ്ട്, അങ്ങനെ ഒരു മനസ്സ് കാണിച്ചല്ലോ. ഞാൻ നോക്കിക്കൊണ്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എത്ര പൂച്ചക്കുട്ടികളാണ്. ഇവർ പതികാണ്. ഇവരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു തന്നെയാണ്. എന്നോട് ഭയങ്കര ഇണക്കായിരുന്നു കേട്ടോ. എന്നെ യാതൊരു പരിചയക്കുറവുമില്ല. എന്നാലോ പൂച്ചക്കുട്ടികളോടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അവരൊക്കെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെ മുരളണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ എന്തൊരു മിടുക്കും കുട്ടനാന്ന് നോക്കിയൊക്കെ. ഷോ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ രാവിലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു 2 പേരും വന്നതിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിപ്പൂച്ച അതാ അവിടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിപ്പൂച്ചയ്ക്ക് വയ്യാതെ ഇരുന്ന സമയത്തൊക്കെ ഇതിൽ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊക്കെ ഈ സമയത്ത് നന്ദി പറയണം കേട്ടോ. ആൾ നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറിയൊക്കെ കഴിഞ്ഞു. ഇനി വിളക്ക് വെക്കലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ വെച്ചു, കുടിച്ചു. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്, ദോശയാണ്. അപ്പോൾ ഇവർക്ക് ഞാനൊരു ദോശ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ ഒന്ന് മുരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കും. അപ്പോൾ ഇത് വലിയ പൂച്ചകളാണ് കേട്ടോ. അപ്പോൾ റോഡിൽ കൂടെ കുറേ നായ്ക്കൾ ഇങ്ങനെ നാവൊക്കെ തൂക്കിയിട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ കുട്ടികളെ മോള് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കണ്ടേ. അപ്പോൾ ഞാനൊരു പൊട്ട് കഴിച്ച് നോക്കിയതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ മുറുക്ക്, പപ്പടം, ഓംലെറ്റ് ഒക്കെ കഴിക്കും കേട്ടോ. ഇവർ ക്യാറ്റ് ഫുഡ്, പാല്, മീൻ അത് മാത്രമല്ല ഇവർ ഒരുവിധ സംഭവങ്ങളൊക്കെ കഴിക്കും കേട്ടോ. ഒന്നും കുറേ കഴിക്കില്ല, കുറച്ച്. നമ്മൾ എന്താ കഴിക്കണമെങ്കിൽ അവർക്ക് ഈ കറുമുറു എന്നുള്ള പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു 5-6 വർഷമായിട്ട് അതൊക്കെ കൊടുക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുക, അപ്പോൾ കൊടുക്കും.
അപ്പോൾ ദോശ കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ നായക്കുട്ടി അവിടെ നിന്നുണ്ടായിരുന്നു. അത് ദോശ ഇഡ്ഡലി ഒന്നും കഴിക്കില്ല കേട്ടോ ഈ നായക്കുട്ടി. ചോറുണ്ണില്ല. തൈര് ഒഴിച്ചിട്ടൊക്കെ ഞാൻ പപ്പടമൊക്കെ ചേർത്തിട്ട് തൈരൊക്കെ ഉടച്ചിട്ട് ചോറ് വെച്ച് കൊടുത്താൽ ഈ നായക്കുട്ടി കഴിക്കില്ല. അതിന് ചെറുപ്പത്തിൽ ഫുഡ് കിട്ടാഞ്ഞിട്ടാണ് തോന്നണേ. അതിന് വയറൊക്കെ ഒട്ടിപ്പോയി തോന്നണം പാവം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ബാബേട്ടൻ ഇവിടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിന് ഇതാ ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ 2 അമ്മമ്മമാർ വന്നിട്ട് വിളിക്കുകയാണ് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മളെ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളാണ്. എന്നാലും അവരുടെ അടുത്ത് ഇല്ല എന്ന് പറയാനും പറ്റില്ല. വയസ്സായ ആൾക്കാരല്ലേ. ചെറുപ്പക്കാരാണെങ്കിൽ പിന്നെ പോട്ടേന്ന് വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മുടെ നായക്കുട്ടി കണ്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ കിടക്കും കേട്ടോ. പിന്നെ ഇതാ മീൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അയിലയാണ് കേട്ടോ കൊടുന്നുണ്ടായിരുന്നത്. നല്ല വലിയ അടിപൊളി അയിലയാണ്. അപ്പോൾ അത് എന്നും ഇപ്പോൾ ഇത് മീൻ നേരാക്കില്ല. അപ്പോൾ ഞാൻ മീനൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ ഇറച്ചി മീനോ മുട്ട ഒന്നും കഴിക്കില്ല. പക്ഷെ ഞാൻ ദിവസം എനിക്ക് മീനിൽ തൊടാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ ഇന്നൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ പോണത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കാവിൽ പൂരം കൊടി കയറിയിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ആ ആറാട്ട് കഴിഞ്ഞ് കൊടി ഇറങ്ങണ വരെ വീട്ടിൽ നോണൊന്നും വെക്കില്ല കേട്ടോ. അപ്പോൾ വെക്കണവരൊക്കെ ചിലവരൊക്കെ വെക്കുന്നു തോന്നുന്നു. പക്ഷേ കുറേ പേര് വെക്കില്ല. കാരണം നമ്മുടെ ഭഗവതി ഇരിക്കുന്നത് ഉത്തമത്തിലാണ്. അതുകൊണ്ട് വെക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ എൻ്റെ അമ്മയും മുത്തശ്ശി ഒന്നും വെക്കില്ല. അവരാരും വെക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വെക്കില്ല. അപ്പോൾ വലിയ പൂച്ചക്കുട്ടികൾക്ക് നമ്മുടെ ഉണ്ണിപ്പൂച്ചയ്ക്കൊക്കെ മുള്ളി കളഞ്ഞിട്ട് പീസാക്കി വെച്ച് കൊടുത്തു. ഇനി ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. എന്താ ബഹളം കണ്ടില്ലേ മീനും കൊണ്ട് ചെന്നപ്പോൾ. മീൻ പറഞ്ഞവർക്ക് പ്രാന്താണേ. എന്താ ചെയ്യുക. അപ്പം നമ്മൾ പാല് കൊടുത്തിട്ടോ പച്ചമീൻ കൊടുത്തിട്ടൊന്നും ഇവർക്കൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. 5-6 വർഷമായില്ലേ വളർത്തണു. അങ്ങനെ ഒരു വയറിൻ്റെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അല്ലാതെയുള്ള അപകടങ്ങളാണ് വരണത്. അപ്പോൾ ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വൈകുന്നേരം ബാബേട്ടനോട് ഗ്രേവി കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെയൊക്കെ ഫിഷിൻ്റെ ഗ്രേവി വാങ്ങട്ടല്ലോ. അപ്പോൾ ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉള്ളവരൊന്നുമല്ല കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. വീട്ടിലേക്ക് ഉപ്പും മുളകും വാങ്ങാൻ കാശില്ലെങ്കിലും ഇവർക്ക് ഒരു കുറവ് വരുത്തില്ല എന്ന് മാത്രം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പൂച്ചകളും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ 2 പൂച്ചക്കുട്ടികളെ കാണാനില്ല കേട്ടോ. പുതിയതല്ല, നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് തിരഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഇതാ ഈ മുകളിൽ ഇവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ മറ്റേ പൂച്ചകളായിട്ട് അങ്ങനെ ഇണങ്ങിയിട്ടില്ല അവർ. ഭയങ്കര പേടി. അവരിവരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായിട്ട് ഇവർ 2 പേരും കൂടി ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ അങ്ങോട്ട് നക്കി കൊടുത്തിട്ട് കിടക്കണം. എല്ലാവരും തല്ലുണ്ടോ? എന്തായാലും വഴിയിൽ ഉപേക്ഷിക്കാതെ നമ്മുടെ വീടിൻ്റെ പിന്നിലത്തെ തൊടിയിലെങ്കിലും കൊടുന്നു വിട്ടൂലോ. അപ്പോൾ അല്ലാതെ അവരിവിടെ എത്തില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ് രാത്രി കൊടുന്നു വിട്ടതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം അവർ രാവിലെ വന്നപ്പോൾ അവരുടെ മേൽ മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയില്ല, എങ്ങനെയായാലും ഇവിടെ എത്തിയില്ലോ. വലിയ പൂച്ചക്കുട്ടികളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവർ പിന്നെയും ജീവിക്കും. ഈ ചെറിയ പിഞ്ചു കുട്ടികൾ എങ്ങനെ ജീവിക്കാനാ. അപ്പോൾ അവിടെ എത്തിച്ച ആ മനസ്സിന് ഞാൻ നന്ദി പറയാണ്. ഓരോ ആവശ്യത്തിന് കൊണ്ടുപോവുക, മടുക്കുമ്പോൾ ഉപേക്ഷിക്കുക, അത്ര തന്നെ. എന്നാലും നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ഒപ്പം അവരും വളരും. നമ്മുടെ കുട്ടികൾ തന്നെയാണല്ലോ. ഇതാണ് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള ഒരു മടി. അപ്പോഴത്തെ ആവേശത്തിന് കൊണ്ടുപോകണേ, പിന്നീട് വേണ്ട തോന്നുക. എന്തായാലും നമ്മുടെ വീട്ടിലെത്തിയല്ലോ, സന്തോഷം. അപ്പോൾ ഇത് കൊടികേറിയതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെള്ളാട്ടാണ്. അപ്പോൾ അന്ന് കൊടികേറിയ ദിവസം ശനിയാഴ്ചയായിരുന്നു കേട്ടോ. പുണർദ നാളിലായിരുന്നു കൊടികേറിയത്. അപ്പോൾ അന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം പണികളൊക്കെ ഒരുക്കി പൂച്ചക്കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ചെറിയ കുട്ടികളെ മുകളിലും വലിയ കുട്ടികളെ ബാക്കിലത്തെ വർക്ക് ഏരിയയിലൊക്കെ അടച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇതാ ഒരു 6:30 ആവണ സമയത്താണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഭഗവതി ഇരിക്കുന്നത് ഉത്തമത്തിലാണ് കേട്ടോ. അങ്ങനെ ഉത്തമത്തിലിരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ നാസിക് ഡോള്, ശിങ്കാരിമേളം അങ്ങനെയുള്ള കൊട്ടൊന്നും പൂരം ദിവസം ഇതിൻ്റെ ഉള്ളിൽ കയറില്ല കേട്ടോ. പഞ്ചവാദ്യം, തായമ്പക അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതാ പൂരം കൊടികേറാണ് കേട്ടോ. അപ്പോൾ പൂരം കൊടികേറിയതിന് ശേഷം ഗാനമേളയൊക്കെ ഉണ്ട്. ജയചന്ദ്രൻ സാറും റിമി ടോമി അങ്ങനെയൊക്കെ പ്രശസ്തരായ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പൂരം കൊടി കയറി കേട്ടോ.
ഒരു 7:30 കൂടിയിട്ട് രാത്രി 7:30 കൂടിയിട്ട് പൂരം കൊടിയേറി. അപ്പോൾ ഇതാ ജയചന്ദ്രൻ സാറൊക്കെ വന്നത് ബാബേട്ടൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ റിമി ടോമിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ റിയാലിറ്റി ഷോയിലത്തെ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. റിമി ടോമി കാറിലുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കേട്ടോ കണ്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ പച്ച കളർ ഇട്ട് വന്നത്, കാണണമല്ലോ. ചിലർ വിചാരിക്കുക അയ്യോ ഇത്രേ ഹൈറ്റ് ഉള്ളോ, അയ്യോ ഇത്ര മെലിഞ്ഞാണോ, അല്ലെങ്കിൽ ഇത്ര വണ്ണമാണോ. താങ്ക് യു സാർ. ഹലോ നമസ്കാരം, സുഖമില്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. ഈ മായന്നൂർ ക്ഷേത്രത്തിൽ അല്ലേ, വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. അതിലുപരി എനിക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റി അറിഞ്ഞത് എം ചന്ദ്രൻ സാറിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ വീട് പഴയന്നൂർ. അപ്പോൾ കുറച്ച് നേരം ഗാനമേള കണ്ടിട്ട് 2-3 പാട്ടൊക്കെ കണ്ടിട്ട് ഇതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടികൾ അവിടെ വെയിറ്റിംഗ് ആണല്ലോ, നമ്മളെവിടേക്കാണോ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അന്ന് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പിറന്നാളും. കൊടിയേറുന്ന ദിവസം തന്നെ എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. പിറന്നാൾ എന്ന് പറയാൻ ഗംഭീരമായിട്ടൊന്നുമില്ല. അന്ന് വിളക്കിൽ വിളമ്പും, കാരണം അന്ന് കൊടിയേറുന്ന ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ വിളക്കിൽ വിളമ്പുമ്പോൾ ഞാനൊരു ഇലയൊക്കെ വെട്ടിയിട്ടിരുന്നു, കഴിച്ചു എന്ന് മാത്രം കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും നന്ദി, സ്നേഹം.